തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ബി.ജെ.പി. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്ത് വന്നു. തെളിവുകൾ ഉയർത്തിയും കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു രാഹുലിന്റെ ആരോപണം. 5 മാർഗങ്ങളിലൂടെ വോട്ട് മോഷ്ടിക്കുന്നെന്ന് മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉദാഹരണമാക്കി രാഹുൽ പറഞ്ഞു. We found they were stolen in 5 different ways. The first way, duplicate voters. One voter appearing multiple times on the voter list. Fake and invalid addresses. Bulk voters in single address. One building, 50 people, 60 people. One bedroom house, but we go there, no 50 people living there. No record of those people ever having living there. One family living in that house. Invalid photos. Photos which you simply cannot see, or no photos existing of theirs on the polling list. And then the most interesting, misuse of Form 6. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം തെളിവ് നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. അതേസമയം കോൺഗ്രസിനോട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പരാതി ഇല്ലല്ലോ എന്നാണ് ബി.ജെ.പിയുടെ പ്രതികരണം. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, പതിവിൽ നിന്നും വിഭിന്നമായി, വ്യത്യസ്തമായി ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധേയമായ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയാണ് ഇന്ന് കാര്യങ്ങൾ വിവരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയത്. അത് ഗുരുതരമായ ചില ആരോപണങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷനും ഒപ്പം തന്നെ ബി.ജെ.പിക്കും എതിരെയാണ്. ഇരുവരും ചേർന്ന് ചില അട്ടിമറികൾ നടക്കുന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ്. അത് കണക്കുകൾ സഹിതമാണ് ഇന്ന് വ്യക്തമാക്കിയത്. എന്തൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത്? ഒപ്പം തന്നെ അതിനുശേഷം വരുന്ന പ്രതികരണങ്ങൾ, ബി.ജെ.പിയുടെ തുടർ ആരോപണങ്ങൾ എന്താണ്? പ്രജനി, രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറച്ചധികം കാലങ്ങളായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു ഇത് രൂക്ഷമായത്. ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ അട്ടിമറികൾ നടന്നുവെന്ന് രാഹുൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ നിഷേധിക്കുകയും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കുകയും ചെയ്യാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് അതിനുശേഷം രാഹുൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു ആറ്റം ബോംബ് വൈകാതെ തന്നെ പൊട്ടിക്കുമെന്ന്. അതായിരുന്നു ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അതായത് പ്രധാനപ്പെട്ട ഈ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. പ്രധാനമായിട്ടും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റ്, ഈ ലോക്സഭാ സീറ്റിലെ 7 നിയമസഭാ സീറ്റുകളുണ്ട്. അതിൽ ഒരു നിയമസഭാ സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം കിട്ടിയത്. അങ്ങനെ അവിടെ നടത്തിയ അന്വേഷണം, കോൺഗ്രസ് പാർട്ടി നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ ഏതാണ്ട് 1,250,000 വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആ വോട്ടർ പട്ടിക പരിശോധിക്കാൻ 6 മാസം എടുത്തു. കാരണം നേരത്തെ ഇവരോട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതിൻ്റെ റെക്കോർഡ് ഡേറ്റ ആവശ്യപ്പെട്ടിരുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് ഡേറ്റ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൊടുത്തില്ല. പകരം അതിൻ്റെ പേപ്പർ, വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ അല്ലാത്ത പകർപ്പാണ് നൽകിയത്. അത് 6 മാസം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ്, കോൺഗ്രസിൻ്റെ റിസർച്ച് വിങ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട്. 5 രീതിയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ളതാണ് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഇല്ലാത്തവ, അതേപോലെ തന്നെ ഒരു അഡ്രസ്സിൽ തന്നെ കൂടുതൽ വോട്ടർമാരുള്ളവ, അതേപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോകളുള്ളവ, അതേപോലെ തന്നെ ഈ ഫോം 6 അത് ദുരുപയോഗം ചെയ്ത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ഇങ്ങനെ ഏതാണ്ട് 1,250,000 പേർ കർണാടകയിലെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം വ്യാജമായി വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റി ഇവരെല്ലാം വോട്ട് ചെയ്തു എന്നും പറയുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ പേരുകൾ പോലും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു. സമാനമായിട്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രത്യേകിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ആരോപണത്തിന് പിന്നാലെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പുറത്തുവിട്ട ഈ തെളിവുകൾ ഹാജരാക്കണം എന്നാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ബി.ജെ.പിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് തോൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുള്ളൂ, അവിടെ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുഴപ്പമുള്ളൂ എന്നുള്ളൊരു ആരോപണമാണ് ബി.ജെ.പി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വലിയ ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ആ പ്രസന്റേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒരു സിംഗിൾ റൂം, അവിടെ 80 പേർക്കാണ് വോട്ടുള്ളത്. 80 പേർ അവിടെ ഉണ്ട്. ഒരു സിംഗിൾ റൂം വീടാണ്, അവിടെ 80 പേർക്ക് വോട്ടുണ്ട് എന്നാണ് ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. കൃത്യമായ കണക്കുകളും തെളിവുകളും നിരത്തിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ അതിലൊരു ID, പ്രത്യേകിച്ച് ഒരു പേര് പറയുന്നുണ്ട്, ഗുർക്കിരാജ് സിംഗ് എന്നൊരു
ആറുകാരനാണ്. അയാൾക്ക് 4 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പറഞ്ഞത്. ചില കണക്കുകൾ നിരത്തി പറയുന്നു. ബൂത്ത് നമ്പർ 116, 124, 125, 126 ഇങ്ങനെ ഈ 4 ബൂത്തുകളിൽ ഒരാൾക്ക് തന്നെ ഒരേ ഏഡിൽ തന്നെ വോട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് ആരോപണം എന്ന് പറയുന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് തുടർ നീക്കങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.